ദിവസം ഒരു പടം പ്രതീക്ഷിച്ച തലേദിവസം അല്ല അത് ഇങ്ങനെ ഒരു സാധനം വരണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ എബി എന്ന് പറയുന്ന സിനിമയും വിമാനം എന്ന് പറയുന്ന ഒരുമിച്ച് ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ കോർട്ടിൽ കേസ് പോയി, ഒരാൾ സക്സസ് ആയി, ഓക്കെ രണ്ടും സിമിലർ അല്ല, കഥ ആർക്കും ചിന്തിക്കാവുന്ന ഒന്നാണെന്നും പറഞ്ഞിട്ടാണ് കോടതി അതിനെ ഇത് വെച്ചത്. പക്ഷെ അതൊക്കെ എത്രയോ നാൾ മുമ്പ് ഈവൻ അറിഞ്ഞുകൊണ്ടിട്ടാണ്. ഇത് പടം റിലീസ് ചെയ്യുന്നതിന് ജസ്റ്റ് തലേദിവസം വൈകിട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് നമ്മളൊരു ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടുള്ള ഒരു കാര്യം. ഒരു സിനിമ തുടങ്ങുന്നത് നിവിൻ പോളി ഡിജോ സിനിമ ദുബായിൽ ചിത്രീകരണം ആരംഭിച്ചു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചിത്രീകരണം ആരംഭിച്ചു ഒരു വാർത്ത കാണും. നിങ്ങൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് ചിലപ്പോൾ തട്ടിയിട്ടില്ല. ആരെങ്കിലും അവിടെ നിന്നുള്ള ആൾക്കാർ എടുത്ത് ഫോട്ടോ ഇട്ട് തരാണ്ട് അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് കാണില്ല. കാരണം അത് ബോസൻ കമ്പനിയിൽ ഒരു കണ്ടിന്യൂഷൻ പോലെ അവിടെ അതിൻ്റെ ഷൂട്ടിംഗ് ആയിട്ട് നടത്തി പോവായിരുന്നു. ഇപ്പം ചില സിനിമകൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ഡിജോയുടെ പടമുണ്ട് 50-60 ദിവസം എന്ന് പറഞ്ഞാണ് 130 ദിവസം ആണ് ഇപ്പൊ നിവിന്റെ പടം എവിടെയോ പോകുന്നു പറഞ്ഞു മനസ്സിലായോ. അല്ല സംബന്ധമേ ഇല്ലാത്ത ഒരു ബഡ്ജറ്റിലേക്ക് ഇപ്പൊ ഇവൻ പോയേക്കുവാണ്. കാരണം എന്നെ സംബന്ധിച്ചും ഞാൻ ചെയ്യേണ്ട ആക്ച്വലി സിനിമ നിവിനെ വെച്ചിട്ടുള്ള സിനിമ അതാണ്. ഇപ്പൊ ബോസ് അല്ല, അതെ ബോസ് അല്ല, ജനഗണമനയുടെ ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന പേര് അനൗൺസ് ചെയ്യാത്ത സിനിമയാണ് ഇപ്പൊ ഷൂട്ട് തീരാൻ പോകുന്നു. പഞ്ചാബിൽ നടക്കുന്ന സിനിമയാണ് ഞാൻ ചെയ്യേണ്ടത്. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ബോസ് ആൻഗോ 2021 ജയസൂര്യ നടൻ്റെ ബർത്ത്ഡേ നടന്നു. സോഷ്യൽ മീഡിയയിലെല്ലാം ജോഷി സാറ് ഡയറക്റ്റ് ചെയ്ത്, വേണു കുന്നപ്പള്ളി പ്രൊഡ്യൂസ് ചെയ്ത്, നവാസുദ്ദീൻ സിദ്ദീഖിയും ജയസൂര്യയും കാസ്റ്റിംഗ് വെച്ചിട്ട്, അതായത് പാകിസ്ഥാനായിട്ട് നവാസുദ്ദീൻ സിദ്ദീഖിനെയും വെച്ച് കാസ്റ്റിംഗ് വെച്ച് അനൗൺസ് ചെയ്തൊരു സിനിമയാണ്. അത് 2021 കൂടി ആലോചിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗോകുലത്തിൽ നിന്ന്, കാരണം ഗോകുലത്തിൻ്റെ കൃഷ്ണമൂർത്തി ചേർന്നത് അറിയായിരുന്നു ഈ കഥ. പുള്ളിയോട് നമുക്ക് പൃഥ്വിരാജിനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ്, കാരണം ഇതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും നടക്കണില്ല. അപ്പോൾ ഞാൻ ഒരു സിനിമ കയറുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വളരെ വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം കൂടുന്ന ഒരു സിനിമ ആയിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ നീക്കാമെന്ന് ഓർത്ത് കടുവയുടെ ലൊക്കേഷനിൽ ചെന്ന് പൃഥ്വിരാജിനോട് കഥ പറഞ്ഞു. പൃഥ്വിയെ കാണാൻ പോയി എന്ന് പറഞ്ഞില്ലേ? കഥ പറയാൻ വേണ്ടി പോയതാണ്. അടുത്ത പൃഥ്വിപ്പടാണോ? അല്ല, അങ്ങനെ കൺഫേം ആയിട്ടില്ല. പുള്ളി കഥ കേട്ടു ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വായനയ്ക്ക് വേണ്ടിയിട്ട് പോയതാണ്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വയ്ക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും